നീ അവനെ നമസ്കരിച്ചോളുക. സോർ നിവാസികൾ ജനത്തിന്റെ ധനവാന്മാർ തന്നെ കാഴ്ച മേടിച്ചു നിനവോ പ്രകാശം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസു കൊണ്ടുള്ളത്. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ചു രാജസന്ധിയിൽ കൊണ്ടുവരും. അവരുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ ധർമ്മങ്ങളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നുമെന്ന് നീക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് പാസ്റ്റർ സി വി ജോൺ അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ വലിയ സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇരുഭാഗത്തുള്ള പ്രിയപ്പെട്ടവരെ നിക്ഷേപത്തോടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. അവരുടെ യാത്രയിലെല്ലാം നിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് നിന്റെ കുഞ്ഞുങ്ങളെ കൂട്ടിവിടുത്തി ഇന്ന് വൽക്കാലം ഇവിടെ നടക്കുന്ന ഈ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഏതെങ്കിലും അവർ തിളങ്ങി വന്ന് ആദാമിനെ യോജിപ്പിച്ചതായ ദൈവത്തിന്റെ കരുത്താൽ അവർ യോജിപ്പിക്കപ്പെടേണ്ടതിന് ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങള് നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് കടന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ആശംസിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം യഹോവയെ നല്ലവരെന്ന് തിരിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവരെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാർ ദൈവത്തിന് ശരണം പ്രാപിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിലേക്ക് കടന്നു നിന്നിരിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സന്തോഷമെന്ന് പറയാൻ കാര്യം. ചർച്ചക്കാരായിട്ട് വലിയ കാലങ്ങൾ സേവനമനുഷ്ഠിച്ച ദൈവദാസന്മാർ വർഷസ്ഥിതിയാണ് വർഷവേദ പങ്കജൻ, അതുപോലെ തന്നെ പിടാകതയായിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനും എനിക്ക് എല്ലാവരും പേര് ചുരുങ്ങിയ സമയം കൊണ്ട് അറിയാൻ സാധിക്കുന്ന വരികയും എല്ലാവരെയും ഇതുപോലെ മാനിച്ച് ഈ സഹോദര നാമത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇവിടെ സംഗീതം ആലപിക്കാൻ എനിക്ക് പ്രിയപ്പെട്ടവരുണ്ട്, ഐക്യമായിട്ട് കടന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ ദൂരത്തും ചാരിത്രമായിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യമുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതോടൊപ്പം ദൈവമായ കർത്താവ് ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച വെറുതിനെയും വനെയും അനുഗ്രഹിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ
ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷങ്ങൾ മുതൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. തുടർന്നും സ്വർഗീയ മേഘത്തിൻ്റെ കീഴിൽ അവിടെ ഞങ്ങളെ ഇരുത്തി ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇവിടെ അടങ്ങുന്ന തിരുവചന ശുശ്രൂഷ കടന്നു വന്നിരിക്കുന്ന സകല ജീവിതങ്ങൾക്കും ഒന്നുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പല ശുശ്രൂഷകൾ സംബന്ധിച്ച പ്രിയപ്പെട്ടവരാണല്ലോ. ഇന്ത്യ ഭാരത സംസ്കാരം അനുസരിച്ച് ശുശ്രൂഷകൾ പലതുണ്ട്. ഞാനും വിവിധ ഇടങ്ങളിൽ ജോലിക്ക് പോയ എൻ്റെ ആ പ്രായത്തിൽ വിവിധ ശുശ്രൂഷകൾ കാണുകയും അതിശയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിശയിച്ചത് കാരണം എല്ലാവർക്കും ആരാണെങ്കിലും കൊള്ളാം, അട്ടപ്പാടിലെ ആദിവാസികളാണെങ്കിലും കൊള്ളാം, മൂന്നാറിലെ ആദിവാസികളാണെങ്കിലും കൊള്ളാം, അനുഗ്രഹിക്കപ്പെട്ടതായ ഏത് മതസ്ഥരാണെങ്കിലും കൊള്ളാം, വിവാഹം എല്ലാവർക്കും മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത്. അറിയാമോ? വിവാഹം അതുപോലെ മാന്യതയാ ആർക്കും. സ്തോത്രം. അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവനും അതിന് വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവരുടെ മാന്യത കൽപ്പിക്കുന്നു. അപ്പൊ ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു മർമ്മമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾക്ക് സീറ്റ് ഉണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ വരുമ്പോൾ ആ സീറ്റ് ഒന്നുകൂടെ പുതുക്കണം. എനിക്ക് വേണ്ടി ഒരു സീറ്റ് ഒരുക്കിയിട്ടുണ്ട്, എനിക്കത് പ്രാപിച്ചെടുക്കണം, എനിക്കത് കിട്ടും എന്നുള്ളതായ ഓർമ്മ ഒന്നുകൂടി പുതുക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വിവാഹത്തിലൂടെ ഉഭയസമ്മതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി തീരുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ബെൻസൺ, പ്രിയാലു, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മാതാവ് വിശ്വാസ സത്യങ്ങൾ അറിഞ്ഞ് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ദൈവം ദാനം കൊടുത്ത മക്കളെ ദൈവകൃപയുടെ പത്യോപദേശത്തിൽ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലി സാധ്യതകൾക്ക് വേണ്ടി അവരെ മാതൃകാപരമായി ഒരുക്കിയെടുക്കുവാൻ പ്രിയ മാതാവിന് കർത്താവ് കൃപ കൊടുത്തു. തൻ്റെ വിശ്വാസം ആരും ചോദ്യം ചെയ്യാത്ത നിലയിൽ നല്ല സാക്ഷ്യം പുലർത്തി മക്കളുടെയും സഭയുടെയും മുൻപിൽ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു മാന്യ സഹോദരിയായി തീരുവാൻ പ്രിയപ്പെട്ടവളെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ പ്രയത്നം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തൻ്റെ മൂത്ത മകളെ ഈ വിവാഹവേദിയിലെത്തിക്കുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബം ഞങ്ങളുടെ സഭയ്ക്ക് അഭിമാനമാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയ ബെൻസൺ മാതൃകാപരമായി വളർന്ന് ദൈവകൃപയിലായി ഈ സഭയ്ക്കും ഈ ദേശത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ അനുഗ്രഹീതനായി തീർന്ന പ്രിയ ബെൻസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹത്തോടുകൂടി ആരംഭിച്ച് വിവാഹത്തോടുകൂടിയാണ് തിരുവചനത്തിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. തിരുവഴുത്തിലെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അനുഷ്ഠിക്കേണ്ട കടമകളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ധാരാളമായിട്ട് വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണമെന്ന്. അതുപോലെ പോറ്റി പുലർത്തുക എന്നുള്ള തൻ്റെ കടപ്പാട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയ അനു ബലഹീന പാത്രമാണെന്നാണ് ദൈവവചനം പറയുന്നത്. എങ്കിലും അവൾ ജീവന്റെ കൂട്ടവകാശിയാകുകയാണ്. അവൾക്ക് വേണ്ടി ബഹുമാനം കൊടുക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കടമയാണെന്ന് തിരുവെഴുത്ത് നമ്മെ അനുശാസിക്കുന്നു. പ്രിയ അനുവിനെ സംബന്ധിച്ചിടത്തോളം കീഴടക്കേണ്ടി വരത്തില്ല, അവൾ കീഴടങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. പ്രിയ ബെൻസന് അനുഗ്രഹമായി ആ പ്രിയ അനു കീഴടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഭാര്യയായി തനിക്ക് തീരട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവര് ഇരുവരും ചേർന്ന് ഒരു കുടുംബമായി തീരുമ്പോൾ അവരുടെ കുടുംബത്തിൽ അവർക്ക് ധാരാളം കടപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം പറയുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം, പരസ്പരമുള്ള
വിശ്വസ്ത. പല വിവാഹങ്ങളും കഴിഞ്ഞ ശേഷം ഭർത്താവ് തന്റെ ജോലി തേടി ഇടത്തേക്ക് പോകുന്ന ഭാര്യ ഇടത്തായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്ന അനേക കുടുംബങ്ങളിൽ കുറെ കഴിയുമ്പോൾ പരസ്പരം അവർക്ക് അറിയുവാൻ കഴിയാത്തത് കൊണ്ട് പ്രയാസങ്ങൾ നേരിടുന്നു. ഒടുവിലത് പല വിവാഹങ്ങളും ഡൈവോഴ്സിൽ എത്തിച്ചേരുകയാണ്. പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായിരിക്കണം. ദൈവം അതിനവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ ഈ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പരസ്പരമുള്ള ധാരണയോടുകൂടെ അവർ കുടുംബജീവിതം പണിതെടുക്കുക. അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, മുപ്പിരിച്ചരട് അറ്റുപോകുന്നില്ല. എന്തെല്ലാം സാധ്യതകൾ വന്നാലും യേശുവുമായിട്ടുള്ള അവരുടെ ബന്ധം നഷ്ടപ്പെടാതെ ക്രിസ്തുവിൽ അധിഷ്ഠിതമായൊരു ഭവനം പണിതെടുക്കുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനാണ് ഇവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയ അനു ഒരു ദൈവവചനത്തിൽ സദൃശ്യവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല കച്ചവട കപ്പലായി മാറട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു കച്ചവട കപ്പൽ ഒരു സമുദ്ര തീരത്തേക്ക് അടുത്താൽ എല്ലാവർക്കും സന്തോഷമാണ്. എന്നാൽ ഒരു യുദ്ധക്കപ്പൽ വരുന്നെന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ അനു ഒരു യുദ്ധക്കപ്പലല്ല, ഒരു കച്ചവട കപ്പലാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭർത്താവിന് ലാഭം ഉണ്ടാക്കുവാൻ, തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് കരം കൊടുക്കുവാൻ ദൈവം അവൾക്ക് കൃപ നൽകിയിട്ടുണ്ട്. പാറക്കുളം ദൈവസഭയുടെ മംഗളങ്ങൾ, എൻ്റെ കുടുംബമായിട്ടുള്ള മംഗളങ്ങളെല്ലാം അവർക്ക് നേരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓമന ആ കുഞ്ഞുങ്ങളെ ഇവിടെ ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിനും ഓർക്കുന്നതിനും അവസരങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരുടെ പലരുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ദാവീദ് ദാസൻ തങ്കച്ചമ്പാസ് ഓർപ്പിച്ചതുപോലെ തൻ്റെ ജീവിതത്തിന് നേരെ മാതൃകയുടെ മുൻപിൽ സാക്ഷ്യത്തിൻ്റെ മധ്യേ ആർക്കും വിരൽ ചൂണ്ടുവാൻ അവസരമില്ലാതെ വണ്ണം ജീവിതത്തിൽ മാതൃകയോടും പത്യോപദേശത്തെ മുറുകെ പിടിച്ച് ആ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തി ഇന്ന് പകൽ മൂത്ത മകൾ അനുവിനെ വിവാഹവേദിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുഖവുര പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. വിശ്വസിക്കുന്നവർ എന്നോടുകൂടെ കരമുയർത്തി വന്ന ദൈവത്തെ സ്തുതിച്ചു. വിവാഹ ശുശ്രൂഷ ഒരു ആത്മീക ശുശ്രൂഷയാണ്. അധ്യക്ഷൻ ഓർപ്പിച്ചു. അതുകൊണ്ട് പഞ്ചപച്ച മടക്കി സീരിയസ് ആയിട്ട് ആരും ഇരിക്കണമെന്നില്ല. ആത്മീക ശുശ്രൂഷയിൽ ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവി. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാം. ഒരു വീടുള്ളവർ അത് പൊളിച്ച് മറ്റു നിലയിൽ ഭംഗി വരുത്തി 2ഉം 3ഉം നിലയിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. ഒരു കാറുള്ളവർ അതിന്റെ മോഡൽ പോരാത്തത് കൊണ്ട് അത് കിടക്കുമ്പോൾ തന്നെ അടുത്ത മോഡലിലേക്ക് പോകുന്നു. സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു എന്ന് പറയുവാൻ വയ്യാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഇന്ന് സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. തൃപ്തിയില്ലാത്തത് കൊണ്ട് ചുരുക്കി പറഞ്ഞ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഡൈവേഴ്സും ഇന്ന് നല്ലൊരു ശതമാനം നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ നടുവിലും
ഡൈവേഴ്സ് എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്ന ദുഃഖകരമായ വാർത്ത പറയുന്നതിൽ വേദനയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ നടപ്പ് ദൈവ്യാഗ്രഹമില്ലാത്തതിലായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. തൃപ്തിയില്ലായ്മ ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഹൃദയങ്ങളിൽ അലയടിച്ചുയരുന്ന നീറിപ്പുകയുന്ന മറുപടിയില്ലാത്ത വിഷയമായി കിടക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തൃക്കൈ നീട്ടി ജീവനുള്ളതിനൊക്കെയും നന്മ കൊണ്ട് തൃപ്തി വരുത്തി. ദൈവത്താൽ മാത്രമേ ഉള്ളൂ. സർവശക്തന്റെ കരം നീട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. സർവശക്തന്റെ കരങ്ങളാൽ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന തൃപ്തി അതേ അവകാശമാക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് പകൽ ദൈവത്താൽ തൃപ്തി പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. വഴി വിട്ടുപോകുവാനിടയാകരുത്, പ്രമാണം വിട്ടുപോകുവാനിടയാകരുത്. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോയി ദൈവത്തെ സേവിച്ചാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതം ധന്യമാകും. അനുഗ്രഹിക്കപ്പെട്ട ഭാവി സ്വർഗം ഒരുക്കി തരും. ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും, ആരെല്ലാം നിങ്ങളെ അറിയാതെ മാറിപ്പോയാലും, പല കരങ്ങളും നിങ്ങൾക്കെതിരെ പിൻവലിയപ്പെട്ടാലും, ഞാൻ പറയട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾ വിശ്വസ്തയോടെ വചനപ്രകാരം നിൽക്കുന്നുവെങ്കിൽ അവന്റെ കരം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകയില്ല. ആ കരം നിങ്ങളെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി അനുഗ്രഹത്തിലേക്ക് നടത്തുമെന്ന് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അഭിഷേകൻ എന്ന നിലയിൽ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയട്ടെ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ കരത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ആമീൻ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ അവൻ അനുവദിച്ചിട്ടില്ല. പിശാചോ ലോകമോ ജഡമോ നിങ്ങളുടെ ആത്മീക ഭൗമിക ശാരീരിക നന്മകളെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ് വരുമ്പോൾ വചനത്തിൽ ഉറച്ചു നിൽക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, പരസ്പരം സ്നേഹിക്കുക. 2, പരസ്പരം കരുതുക. 3, അവഗണിക്കപ്പെടാതിരിക്കുക. ഒരു ഭാഗത്തും അവഗണന ഉണ്ടാകരുത്. ഈ അവഗണന വരുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാകും. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള സ്റ്റേറ്റ് അടൂർ സൗത്ത് ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സഭകളുടെയും ദൈവമക്കളുടെയും എന്റെയും കുടുംബത്തിന്റെയും ആത്മാർത്ഥമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസരം നൽകിയ ഭാരവാഹികളോട് നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മനോ
വിവിധയിടങ്ങളിലായിരുന്നു നാം ഒരുമിച്ച് നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നവരാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ഈ വിഷയത്തിലൊരു തീരുമാനമെടുത്തു. അങ്ങനെ നാം തീരുമാനിച്ച പ്രകാരം, പ്രാർത്ഥിച്ച പ്രകാരം ഇന്ന് പകൽക്കാലം നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഇവിടെ വെച്ച് നടക്കുകയാണ്. ഇരു ഭാഗത്തു നിന്നും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, അതുപോലെ തന്നെ നിയുക്ത വധൂവരന്മാർ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇരുഭാഗത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ അതിഥികൾക്കും കർത്താവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം കേവലം ഒരു ചടങ്ങിന് വേണ്ടി വന്നവരല്ല. വിവാഹമെന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുള്ളതായ ഒരു കാര്യമാണ് വിവാഹം. അല്ലെങ്കിൽ സർവശക്തനായ ദൈവമാണ് ഭൂമിയിൽ വിവാഹം സ്ഥാപിച്ചത്. നാം കേട്ടതുപോലെ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാകുന്നു. വളരെ മാന്യമായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഈ വിവാഹം എന്ന് പറയുന്നത് ആ ശുശ്രൂഷ ഭൂമിയിൽ സ്ഥാപിതമായത് ദൈവത്താലാണ്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ മാന്യമായ ഒരു ശുശ്രൂഷയിലാണ് നാം സംബന്ധിക്കുക എന്നുള്ളതായ ആ ചിന്തയോട് കൂടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കണം. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കണം. രണ്ടാമത് സംസാരിച്ച കർത്തൃദാസൻ പറഞ്ഞല്ലോ, ഇന്ന് എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തതായ ഒരു മനുഷ്യനെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നത്. പണത്തിൻ്റെ കുറവല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ സി ജോണിനോട് പറഞ്ഞു, പണം കൂടിപ്പോയത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ദൈവമക്കളെ, എന്നാൽ നാം ദൈവമക്കളാണ്